സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചു തന്നിത് കേൾക്കണേ, അദബിൻ്റെ പേരിൽ വന്ന നേട്ടം ഓർക്കണേ. ഔലിയാക്കളിൽ ഉൾപ്പെട്ട ബിശ്റുൽ ഹാഫിയും പൂർവസ്ഥിതി താനായിരുന്നൊരു റൗഡിയും താനൊരു ദിനം ഒരു ബാത്ത് റൂമിൽ കണ്ട് ചവിട്ടേറ്റതായി അടുപ്പിൻ്റെ അടുത്തൊരു തുണ്ട്. പെട്ടെന്ന് താനത് നോക്കിയപ്പോൾ കണ്ട് റബ്ബിൻ്റെ പേരുൾക്കൊണ്ട കടലാസാണത്. കടലാസ് കയ്യിൽ വെച്ചു താൻ പറയുന്നതായി, യാ സയ്യിദി നിന്റിസ്മിലും ചവിട്ടേറ്റുപോയി. മണവസ്തു വാങ്ങി പൂശി കടലാസാകെയും സൂക്ഷിച്ചു വെച്ചത് പിന്നെ ഭദ്രമിൽ തന്നെയും. താഴെ കിടന്നതെടുത്തു താൻ ഉയർത്തുന്നതായി, അതുകൊണ്ട് റബ്ബിൽ നിന്ന് നേട്ടം വന്നു പോയി. റൗഡിത്തരത്തിൽ നിന്നുടൻ പിന്മാറി താൻ സൂഫി വര്യരിൽ അഗ്രനായി മുന്നേറി. അനവധി കറാമത്തുണ്ട് തന്നിൽ നിന്ന് പറയുന്ന പക്ഷം ദീർഘമാ നിർത്തുന്നേ. ഇത് അൽബിദായത്തു വന്നിഹായയിലുള്ളതാ, 297 10 വന്നതാ. മറുവാൻ്റെ മകൻ അബ്ദുൽ മലിക് ഒരു ദിവസമിൽ ഖജനാവ് പരിശോധിച്ച് മിന്നൽ വേഗമിൽ അതിനിടയിലായി ഒരു മുസഹഫും താൻ കണ്ട്. ഒരു കത്ത് മുസഹഫ് മുകളിലും ഇരിപ്പുണ്ട്. ആമിലിന് പണ്ടൊരിക്കൽ അമീറതയച്ചതാ, വായന കഴിഞ്ഞവൻ മുസഹഫിന്മേൽ വെച്ചതാ. കൈനീട്ടി താൻ അതെടുത്തുടൻ എറിയുന്നതായി, എന്നിട്ട് ആമിലിനോട് ഇതും പറയുന്നതായി, മുസഹഫിന് മുകളിൽ എന്തടാ ഇത് വെച്ചത്? അതിനുള്ള ഗ്രേഡും മറ്റ് ഏതിനാണുള്ളത്? അമീർ മരണപ്പെട്ടതിൽ പിന്നീട് ചോദിച്ചൊരാളും സ്വപ്നമിൽ തന്നോട്, ഹാലൊക്കെ എന്താ, റബ്ബുമെന്താ ചെയ്തത്? അതിനന്ന് അമീർ ജവാബിതാണ് പറഞ്ഞത്, അർശിൻ്റെ കീഴിൽ നിന്ന് വിളിയും വന്ന്, മറുവാൻ്റെ മകനെ ഫാസിഖാ നീ എന്ന്. മുസഹഫിനെ ബഹുമാനിച്ചതാ നീ പണ്ട്, അതുകൊണ്ട് മാപ്പ് നിനക്കു ഞാൻ തരുന്നുണ്ട്. ഇത് റൗനഖുൽ മജാലിസിൽ കാണുന്നതാ, 27-ാം പേജ് അതിൽ പറയുന്നതാ. ഇക്കാലത്തെന്താ സോദര നടക്കുന്നത്? എഴുതുന്ന പേനകൾ എവിടെയാ വെക്കുന്നത്? മുസഹഫ് കിതാബിന് മുകളിലാണ് പേനയും, അതുപോലെ വെറ്റില പാക്ക് പൊടിയും ബീഡിയും, കൂടാതെ കാർഡും കവർ പേന കത്തിയും മിസ്വാക്ക് കണ്ടട മറ്റു ചില്ലറ പൈസയും. തഫ്സീർ മിസ്കാത്തിൻ്റെ മുകളിൽ ഇന്ന് ഇവക്കുള്ള സീറ്റുകളായി സുഹൃത്തെ വന്ന്. അതുമാത്രമല്ല, ഇതിൽ അത്ഭുതം മറ്റൊന്നാ, അറിവുള്ള ചിലരിലുമുള്ള പണി ഇതു തന്നാ. ചോദിച്ചു പോയാലുണ്ട് കൗലും ഖീല, ഖബറിൽ ജവാബിന് പറ്റുമോ ഈ വേല? ഇതുപോലെ ശ്രദ്ധിക്കാതെ പലതും ഇന്ന് വരുന്നുണ്ട് റബ്ബേ മാപ്പുതാ നീ അന്ന്.